അമ്മേ എന്തോ അമ്മ ഞാൻ പെണ്ണ് കാണാൻ പോണോട്ടോ. ഞാൻ വരണോ? അമ്മ വരട്ടെ, അവിടെ കിടന്നോ. അമ്മയ്ക്ക് വയ്യല്ലോ. പോയിട്ട് വരുമ്പോ ഞാൻ കുഴമ്പ് വാങ്ങിച്ചിട്ട് വരാം. അതിപ്പോ എങ്ങനെ? ഇനി 12 ദിവസമുള്ളൂ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഓ, ഇതെന്റെ 16ാമത്തെ പെണ്ണ് കാണലാ. ഈശ്വര, ഇതൊന്ന് നടത്തി തന്നാ മതി. അമ്മേ, അച്ഛനെന്തിയെ? പാടത്തുണ്ടടാ. പാടത്തോ? അങ്ങനെയാണെങ്കിൽ അച്ഛനെ പണിത്തെറ്റി പോയി കണ്ടോളാട്ടോ. നിർത്തച്ഛ. എന്നടാ? ഞാനേ ഇന്ന് എന്റെ 16ാമത്തെ പെണ്ണ് കാണാൻ പോകുകയാ. നീ അങ്ങ് കുറച്ച് മാറി സംസാരിക്കേ. എന്റെ അച്ഛ, ഇപ്പൊ ഞാൻ കാണാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, സുന്ദരിയാ. അച്ഛൻ പറയാലോ എനിക്ക് പെണ്ണിനെ പിടിക്കണില്ല, പെണ്ണിനെ പിടിക്കണില്ലാന്ന്. പക്ഷെ ഈ പെണ്ണിനെ പിടിച്ചു. ഇത് ഞാൻ ഉറപ്പിച്ചു. എടാ തങ്കു, നീ ഇവിടുന്ന് കുഞ്ഞിരാമണം പറഞ്ഞിട്ട് പോകാൻ നോക്കും. പെണ്ണിന്റെ വീട് എവിടെ അറിയാം? എവിടെയാ? അങ്ങ് ഹൈ റേഞ്ചിലാ. ഇപ്പൊ പോലെ ഉച്ചയാകുമ്പോ അവിടെ എത്തും. എന്നൊരു കാര്യം വെച്ചാ, ലീവ് എനിക്ക് 12 ദിവസം. 12 ദിവസമുള്ളൂ. എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ചെയ്യണം? പെണ്ണ് കാണണം, പെണ്ണ് കെട്ടണം, കൊച്ചിന് ചോറൂടും നടത്തണം. എനിക്ക് പെണ്ണ് കാണാൻ പോണേക്കുമ്പോ അച്ഛന്റെ അനുഗ്രഹം വേണം. മാമാങ്കത്ത് ചാവേറാകാൻ പോകണം. അനുഗ്രഹം അയ്യോ എടാ മോനെ തങ്കു, എന്നെ പിടിച്ച് കയറ്റടാ. ഇക്കെന്ന് ഇത്ര വൈകിയത്? ഈ കോലത്തിലാണോ നീ പെണ്ണ് കാണാൻ പോണേ? ഇതാണ് ന്യൂജൻ പെമ്പിളേറ്റ് ഇഷ്ടപ്പെടുന്ന വേഷം. എടാ തങ്കപ്പ. തങ്കപ്പനല്ല, പിന്നെ ഐ ആം തങ്കു ഫ്രം കാനഡ. നീ ഏത് കാലിടയിൽ വന്നാലും നിന്റെ അച്ഛൻ കുമാരൻ എന്റെ വീട്ടിൽ പഠിക്കാനായതുകൊണ്ടാണ് നിന്നെ പെണ്ണ് കാണിക്കാൻ ഞാൻ പോയത്. അതെ, ഇങ്ങനെ വന്നേ. അച്ഛന്റെ പണിക്കാരും ഒന്നും അവിടെ ചെന്ന് പറയണ്ട. പിന്നെ എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇക്ക എങ്ങനെയെങ്കിലും പറഞ്ഞ് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തരണോ എനിക്ക്? സെറ്റപ്പ് നിന്റെ മാമയെ 1/9 കണക്ക്. 9? നിനക്കൊരു 9 ശരിയാക്കി തരാട്ടാ. എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ആദ്യം പഠിക്കേ. എന്ത് കാണുമ്പോൾ അകത്തൊക്കെ തോന്നണ്ടേ? ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര ധൈര്യക്കുറവാണെന്നേ. ഇപ്പൊ ധൈര്യമില്ലാത്തതാണ് നിന്റെ പ്രശ്നം അല്ലേ? അത് ശരിയാക്കാം. എന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ കഴിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു കുപ്പി പറയാമല്ലോ. ഇവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുന്നതാ. അപ്പൊ ഇവനിക്ക് ധൈര്യത്തിന് പറ്റി എന്താ ഉള്ളത്? ഇവർക്ക് ധൈര്യത്തിന് പറ്റി നമുക്ക് മിന്നൽ പെരുമ്പ് കൊടുക്കാം. ഒരു ഗ്ലാസ് എടുത്താൽ മിന്നും. ഒരു ഗ്ലാസ് എന്താ പിന്നെ മിന്നൽ പെരുമ്പ് ഒരു ഗ്ലാസ് എടുത്തിട്ട് മിന്നൽ പരമോ ഒരു ഗ്ലാസ് എടുത്താൽ പിന്നെ ഒരു മിന്നലായിരിക്കും. ഇനി ഒന്നല്ല, ഒരു 9 പെണ്ണിനെ ഞാൻ പിടിക്കും. തങ്കു, എനിക്ക് പെണ്ണിന്റെ വീടെത്തി. വീടെത്തിയ അങ്ങോട്ട് നോക്കിയേ. തങ്കു, അവിടെ ഒന്നുമില്ല. നിനക്ക് തോന്നുക ഇക്ക കണ്ടാതേ നോക്ക്. ഇതാണ് പെണ്ണിന്റെ വീട്. വീട്ടുപേരെന്താ? ഭാർഗവനില്. ഭാർഗവനിലയം. അപ്പൊ പെണ്ണിന്റെ പേരെന്താ? നീലിമ. നീലിന വിളിക്കണേ. നീലിയോ? അപ്പൊ കല്യാണം കണ്ട നീലിയുടെ ആരുമല്ല. ആരുമല്ലേ? അതൊരു ബക്കറ്റാണ് തങ്കു. നീ ഇറങ്ങി. നീ ഇറങ്ങ. ഇവനെയൊക്കെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകണം. എന്നാ വേണം തല്ല. എവിടെയാണോ നിക്കണ നോക്കിയേ. അവിടെ ആരുമില്ല തങ്കു. നീ വാ, ഇവിടെ ആരെങ്കിലും കാണുന്നു. ആരെങ്കിലും ഇവിടെ കാണുന്നോ? അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഞാനിവിടെ വന്നു പോയ വീടല്ലേ. ആഹാ, അപ്പൊ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോക്കെ ഉണ്ടല്ലേ? അതെ, ആരാണ്ട് വരുന്നുണ്ട്. ആരാ? നിങ്ങളെന്താ വഞ്ചിപ്പാട്ടിന് വന്നവരാണോ? അല്ല, പെണ്ണ് കാണാൻ വന്നതാ. എന്തെങ്ങനെ കാരണം ഒരു മൂടിപ്പോച്ച് നിക്കണേ? ഇതീ വയസ്സന്മാരെ ട്രേഡ് മാർക്കാ. ഞാൻ പെണ്ണിന്റെ അപ്പൂപ്പൻ ഭാർഗവൻ. ഒടിയനായിരുന്നു. ഇവിടെ മുഴുവൻ പ്രേതങ്ങളാന്ന് തോന്നണട്ടാ. അല്ല തങ്കു, നീലിമ എന്റെ ചേരക്കുട്ടിയാ. അല്ല, പേരക്കുട്ടിയാ. അകത്തേക്കിരിക്കാം. കാലത്ത് ഞങ്ങള് തറവാടികളായിരുന്നു. ഇപ്പോഴും ഈ ചുറ്റത്ത് ചോരക്കളമുണ്ട്. ഈ പരിസരമാകെ ചോരയുടെ കാരണവരെ, ഈ കാണുന്ന വീടും ഈ 100 ഏക്കർ സ്ഥലവും ഈ മരവും ഒക്കെ സ്വന്തമാണോ? ഈ കാണുന്ന 100 ഏക്കർ സ്ഥലവും വീടും മരങ്ങളും ജംഗമ വസ്തുക്കളും ഞങ്ങൾ പാട്ടത്തിനെടുത്തതാ. പാട്ടക്കരാറുകാരാ? പാട്ടുകാരോ? പാട്ടുകാരല്ലടാ, പാട്ടക്കരാറ്.
ആ പണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പാട്ടക്കര ആൾക്കാര് അത് തന്നെ. അല്ലേ? മോളെ ചോര കൊണ്ടുപോവാ. ചോര കൊണ്ടുവരാനോ? അല്ല ചായ കൊണ്ടുപോവാ മോളെ. മോനെ ചായ കുടി, എന്നിട്ട് വേണം എന്റെ കൊച്ചുമോളെ വിളിക്കാൻ. ഇക്ക കുടിക്കിപ്പിടി. മോളെ നല്ല ചോരയും നീരുള്ള ചെറുക്കനാ. കാരണവരെ ഈ പെണ്ണിന് ചെറുക്കന് ഇഷ്ടപ്പെട്ടാലേ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. ഈ ചെറുക്കന് പോകാനുള്ള നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നും പോണോ വേണ്ടയോ എന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കും. അല്ലേ മോളെ? അമ്മേ ഞാൻ റെഡിയാ, ചെക്കനോട് വരാൻ പറയൂ. മോളകത്ത് റെഡിയായിട്ടുണ്ട്, നിനക്ക് പോകാം. ഇക്ക പെണ്ണ് വിളിക്കണേ, ഞാൻ പോട്ടെ. നീ ധൈര്യമായിട്ട് എന്തായാലും ഇത്തവണ പെണ്ണിനെ പിടിക്കും, ഉറപ്പ്. എക്സ്ക്യൂസ് മീ, ഒന്ന് ചേർന്ന് നിന്നോളൂ. ചെറുക്കം പോയി പെണ്ണിനെ കാണട്ടെ. പുറത്തു നല്ല മഞ്ഞും. നമുക്ക് പോയി മഞ്ഞു ഓ, പോകാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, തെക്കമ്മലയിൽ പാലപൂത്തു, നല്ല പാലപ്പൂ മണം. യക്ഷി ഇറങ്ങാൻ സമയമായി. ഒരു സിഗരറ്റ്. ഈ തണുപ്പത്ത് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണോട്ടോ പറഞ്ഞത്. കാർന്നോരെ കാർന്നോര് കാർന്നോര് അതിനകത്ത് യക്ഷികള്. അവിടെ എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? രാവിലെ ഞാൻ പെണ്ണാണ് വന്നപ്പോ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? പെണ്ണിനെ കണ്ടാ പിടിക്കണോന്ന്. ഇക്ക നാട്ടുകാർ മുഴുവൻ പറഞ്ഞെന്തറിയോ? പെണ്ണെ കണ്ട പിടിക്കണോന്ന്. ഞാൻ കണ്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കെറിഞ്ഞു പിടിച്ചു. അതേ ഓർമ്മയുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് അടിയും പൊടിപൂരും, ചെവിക്കല്ല് ഇളകി ദേ വർണ്ണിക്കായച്ചു. സ്വന്തം മോളെ കയറി പിടിച്ച ഏതമ്മ യക്ഷിയല്ല, റാക്കുളിയാകും. നീ പോസ്കോ കേസിൽ പെടും, ഓർത്തോ? ആ ദേ വർണ്ണിക്കായച്ചു.